പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് കോമൺ ആയിട്ട് ഒരു ബോർവെൽ പമ്പ് സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ കസ്റ്റമേഴ്സും ചോദിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇതിൽ മെയിനായിട്ട് എല്ലാവരും ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, എത്ര HP മോട്ടർ വാങ്ങണം? രണ്ടാമത്തെ ഒന്ന്, എത്ര സ്റ്റേജ് വാങ്ങണം? അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. മൂന്നാമതൊരു കാര്യം കൂടെ ഉണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഓയിൽ കൂൾഡ് ആണോ വാട്ടർ കൂൾഡ് ആണോ വാങ്ങേണ്ടത്, അത് ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഒരു സംശയത്തിന് നിങ്ങൾ ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണുക. അതിൽ മൊത്തമായിട്ട് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് മാത്രം നമ്മൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു ബോർവെൽ സെലക്ഷനിൽ വരാൻ നേരത്ത് മെയിനായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട 3 എലമെൻറ്റ്സ്. ഒന്ന്, എത്ര അടി ആഴത്തിലാണ് നമ്മുടെ കിണർ പോയേക്കുന്നത്, അവിടെ നിന്ന് എത്ര ദൂരം അല്ലെങ്കിൽ എത്ര അടി ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിലേക്കാണ് വെള്ളം എത്തേണ്ടത്, അതായത് എത്ര ഹെഡ്. രണ്ടാമത്തെ കാര്യം, വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി, വെള്ളത്തിൻ്റെ ലഭ്യത എങ്ങനെയാണ്. നന്നായിട്ട് അതിപ്പോൾ മിക്കവാറും തന്നെ ബോർവെൽ അടിക്കുന്ന പാർട്ടി പറയും ഇതിൽ നല്ല വെള്ളമുണ്ട്, അല്ലെങ്കിൽ 1 ഇഞ്ചിലുള്ള വെള്ളമുണ്ട്, 2 ഇഞ്ചിലുള്ള വെള്ളമുണ്ട്, അല്ലെങ്കിൽ വെള്ളം കുറവാണ്. ചില സ്ഥലങ്ങളിൽ വെള്ളം അടിച്ചിട്ട് പിറ്റേ ദിവസം വെള്ളം ഫില്ലായി വരുന്ന കിണറുകളുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയാണ്, വെള്ളമുണ്ടോ വെള്ളമില്ലയോ, അതോ കുറവാണോ, നമുക്കപ്പോൾ അതിനനുസരിച്ച് വേണം എത്ര ഡിസ്ചാർജ് ഉള്ള പമ്പ് വെക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. മൂന്നാമത് നമ്മുടെ സൈറ്റ് വോൾട്ടേജ്. സൈറ്റ് വോൾട്ടേജ് ആണ് ഓയിൽ കൂൾഡ് ആണോ വാട്ടർ കൂൾഡ് ആണോ എന്നുള്ള ഒരു മോട്ടറിനെ കുറിച്ച് നമുക്ക് ഒരു ഡിസിഷനിൽ എത്തുക. നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞ ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് പോവാം. എത്ര HP, എത്ര സ്റ്റേജ്. നിങ്ങൾ എത്ര സ്റ്റേജ് എന്നുള്ള ഒരു ചോദ്യം പല കമ്പനികൾക്കും പല രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡെക്കാൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഈ 1.5 HP 20 സ്റ്റേജാണ് 126 മീറ്റർ ഹെഡ് വരുന്നത്. എന്നാൽ ഇപ്പോൾ മറ്റൊരു കമ്പനി, ഇപ്പോൾ ടെക്സ്മോയുടെ അക്വാടെക്സിൻ്റെ ഒക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൽ 17 സ്റ്റേജാണ് 126 മീറ്റർ ഹെഡ് വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വിളിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, എത്ര സ്റ്റേജ് പമ്പ് വേണം. എത്ര സ്റ്റേജ് എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പല കമ്പനികൾക്കും പല രീതിയിലാണ്. ഇതിൻ്റെ ഇമ്പലർ ഡിസൈൻ ചെയ്യുന്നതും ഇതിൻ്റെ പമ്പ് ഡിസൈൻ ചെയ്യുന്നതും എല്ലാം പല കമ്പനികൾക്കും പല രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 17 സ്റ്റേജിൻ്റെ പമ്പ് വെച്ചാൽ ശരിയാവും എന്ന് പറഞ്ഞാൽ അതൊരു മറ്റൊരു ബ്രാൻഡിലേക്ക് വരാൻ നേരത്തെ ഈ 17 സ്റ്റേജ് തന്നെ ആയിരിക്കണമെന്നില്ല അതേ ഹെഡിൻ്റെ പമ്പ് വരുന്നത്. സ്റ്റേജ് എണ്ണം ചോദിക്കരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ള ഹെഡ് ചോദിക്കുക. രണ്ടാമത്തെ കാര്യം, എത്ര HP എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. നമുക്ക് ആക്ച്വലി ഒരു ചെറിയ കിണറാണെങ്കിൽ പോലും അല്ലെങ്കിൽ വലിയ കിണറാണെങ്കിൽ പോലും നമുക്ക് എത്ര HP വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന അവൈലബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 HP പമ്പ് 114 മീറ്റർ വരെ ഹെഡിൽ കുത്തനെ തള്ളുന്നത്. 114 എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം 376 അടിയോളം വെർട്ടിക്കലായിട്ട് തള്ളാൻ പറ്റുന്ന 1 HP പമ്പുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, അപ്പോൾ 1 HP പമ്പ് കൊണ്ട് 375 അടി തള്ളാലോ എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ അതേ അളവിൽ തന്നെ ഇതിലും കൂടുതൽ വെള്ളം കിട്ടുന്ന പമ്പായിരിക്കും 1.5 HP വരുന്നുണ്ടാവും. ഈ 1.5 HP പമ്പ് നമ്മൾ വെക്കാലോ എന്ന് വിചാരിക്കുമ്പോൾ അതിലും കൂടുതൽ വെള്ളം കിട്ടുന്ന പമ്പ് 2 HP വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമുക്ക് എത്ര വെള്ളമാണ് അതിൽ നിന്ന് നമുക്ക് വേണ്ടത്, അതിനനുസരിച്ചുള്ള വെള്ളം ബോറിലുണ്ടോ, ഈ രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് നോക്കുക. നമ്മുടെ വെള്ളത്തിൻ്റെ ആവശ്യകത അനുസരിച്ചാണ് നമ്മൾ ഓരോ HP സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ശ്രദ്ധിച്ചാൽ മതി. അതല്ലാതെ വെറുതെ ബ്ലൈൻഡായിട്ട് ഇപ്പോൾ 100 അടിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ 1 HP തന്നെ വെക്കണമെന്ന് നിർബന്ധമില്ല. ഈ 100 അടിയിലേക്ക് പറ്റുന്ന 1.5 HP 2 HP പമ്പുകളുണ്ട്. ഇപ്പോൾ 1 HP പമ്പ് നമ്മൾ 100 അടിയിലേക്ക് ഉപയോഗിക്കാൻ നേരത്തെ അതിലൊരു 4000 ലിറ്ററാണ് വെള്ളം കിട്ടുന്നതെങ്കിൽ അതേ ഹെഡിലേക്ക് തന്നെ 1.5 HP 2 HP ഒക്കെ ലോ ഹെഡ് പമ്പുകൾ വരുന്നത് നമുക്ക് 10,000 ലിറ്റർ 9,000 ലിറ്റർ അത്രയും വെള്ളം പുറത്തേക്ക് തള്ളാൻ പറ്റും. അപ്പോൾ HP അല്ല കാര്യം, നമുക്ക് ആവശ്യമുള്ള സൈറ്റ് ഹെഡ് എത്രയാണ്, അതിൽ നമുക്ക് വേണ്ട വെള്ളത്തിൻ്റെ അളവ് എത്രയാണ്, ഈ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ HP സെലക്ട് ചെയ്യുക. ഇനി ചില പമ്പുകളുടെ സെലക്ഷൻ വരാൻ നേരത്ത് ചില പമ്പുകൾക്ക് മിനിമം ഹെഡിൽ ഡിസ്ചാർജ് കൂടുതലും മാക്സിമം ഹെഡിലേക്ക് വരാൻ നേരത്ത് ഡിസ്ചാർജ് തീരെ കുറവായിരിക്കും. ഞാൻ പറയുന്നത് എല്ലാ പമ്പുകൾക്കും മിനിമം ഹെഡിൽ കൂടുതലും മാക്സിമം ഹെഡിൽ കുറവും തന്നെയാണ്. എന്നാൽ ചില പമ്പുകൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പോൾ ബ്രാൻഡ് എടുത്ത് പറയുന്നില്ല, ചില പമ്പുകൾക്ക് മിനിമം ഹെഡിൽ 6000 ലിറ്റർ, എന്നാൽ നമുക്ക് വേണ്ട ഹെഡ് 126 മീറ്റർ ആയിരിക്കും. അപ്പോൾ 126ാമത്തെ മീറ്ററിൽ ചിലപ്പോൾ 500 ലിറ്റർ വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പോൾ പല കടക്കാരും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, ഈ മോട്ടറിന് എത്ര വെള്ളം കിട്ടുമെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഏറ്റവും മിനിമം ഹെഡിലുള്ള ഡിസ്ചാർജ്, അതായത് ഞാൻ പറഞ്ഞ 6000 ലിറ്റർ കിട്ടുമെന്ന് പറയും. അപ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. കാരണം നമുക്ക് വരാൻ പോകുന്നത് നമ്മുടെ സൈറ്റ് ഹെഡ് അനുസരിച്ചുള്ള വെള്ളമാണ് ആ മോട്ടർ തരാൻ പോകുന്നത്. അത് മിനിമം ഹെഡിലാവണമെന്നില്ല, ചിലപ്പോൾ മാക്സിമം ഹെഡിലേക്ക് പോകും, ചിലപ്പോൾ രണ്ടിൻ്റെയും നടുക്കായിരിക്കും. അപ്പോൾ നമുക്കവർ എന്താ പറയുക, നമ്മുടെ സൈറ്റ് ഹെഡിനനുസരിച്ച് എത്ര വെള്ളം കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ചില മോഡലുകൾക്ക് ഹൈ ഹെഡ്, അതായത് ചില മോഡലുകൾക്ക് ഹെഡ് റേഞ്ച് കുറവായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില കമ്പനികളുടെ മോട്ടർ 20 മീറ്റർ തൊട്ട് 100 മീറ്റർ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന പമ്പുകളുണ്ട്. എന്നാൽ ചില കമ്പനികളുടെ മോട്ടർ ഒരു 60 മീറ്റർ മുതൽ 100 മീറ്റർ വരെ ആയിരിക്കും ഉപയോഗിക്കാൻ പറ്റുക.
പക്ഷേ ഈ 60 മീറ്റർ മുതൽ 100 മീറ്റർ വരെ ഉപയോഗിക്കുന്ന മോട്ടറുകൾക്കായിരിക്കാം ചിലപ്പോൾ വെള്ളം കൂടുതൽ. അപ്പോൾ നമ്മൾ സൈറ്റ് ഹെഡ് കൺസിഡർ ചെയ്യുക. സൈറ്റ് ഹെഡിൽ മാക്സിമം വെള്ളം തരുന്ന മോട്ടർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. നമുക്ക് മിനിമം ഹെഡിലുള്ള ഡിസ്ചാർജ് പ്രശ്നമല്ല, മാക്സിമം ഹെഡിലുള്ള ഡിസ്ചാർജും പ്രശ്നമല്ല. നമ്മുടെ സൈറ്റ് ഹെഡിൽ എത്രയാണോ വെള്ളം കിട്ടേണ്ടത് അതാണ് നമ്മുടെ പ്രശ്നം. ഇനി വെള്ളത്തിൻ്റെ ലഭ്യത കുറവുള്ള കിണറുകളിൽ നമ്മൾ മാക്സിമം HP കുറവും മാക്സിമം ഹെഡുള്ള പമ്പ് വയ്ക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 1 HP തന്നെ നമുക്ക് 115 മീറ്റർ അല്ലെങ്കിൽ 120 മീറ്ററൊക്കെ ഹെഡ് വരുന്ന ഹൈ ഹെഡ് പമ്പുകൾ, ലോ ഡിസ്ചാർജ്, അതായത് വെള്ളം കുറവുള്ള ഹെഡ് കൂടിയ പമ്പുകൾ നമുക്ക് കുറഞ്ഞ HP അവൈലബിൾ ആണ്. അപ്പോൾ വെള്ളം കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതേപോലത്തെ പമ്പ് വയ്ക്കുക. തീരെ വെള്ളം കുറവാണ് എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ, അതായത് വെള്ളം വറ്റിപ്പോവും, നമ്മൾ ഈ മാക്സിമം ഡിസ്ചാർജ് കുറഞ്ഞ പമ്പ് വെച്ചാലും അതിനനുസരിച്ച് വെള്ളം റീചാർജായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരു ഡ്രൈ റൺ പാനൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഡ്രൈ റൺ പാനൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കിണറിൽ വെള്ളം വറ്റുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കറണ്ട് സെൻസ് ചെയ്തിട്ട് അത് ഓഫായി പൊക്കോളും. അപ്പോൾ ആ പമ്പിൽ വെള്ളമില്ലാതെ വന്ന് പമ്പൊക്കെ ഡാമേജ് ആവുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങളുടെ കുഴൽക്കിണറിന് ആവശ്യമായിട്ടുള്ള ഏത് പമ്പ് വാങ്ങണമെന്നുള്ള ഒരു ചെറിയ ഐഡിയ എങ്കിലും നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആരും ഇനി വിളിച്ചിട്ട് എത്ര സ്റ്റേജ് പമ്പാണ് വെക്കേണ്ടത് എന്ന് ചോദിക്കരുത്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ കമ്പനികൾക്കും ഓരോ സ്റ്റേജ്, ഓരോ ഡിസ്ചാർജ്, ഓരോ ഹെഡ്, അതിൽ ഓരോ കമ്പനികൾക്കും വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പനിയുടെ സ്റ്റേജ് മറ്റേതിന് കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അതേ സ്റ്റേജിൻ്റെ എണ്ണം നോക്കി വാങ്ങിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ നിങ്ങൾക്ക് ആവശ്യമുള്ള കിണറിൻ്റെ ആഴവും നിങ്ങൾക്ക് എത്ര ദൂരത്തേക്കാണ് വെള്ളം കൊണ്ടുപോകേണ്ടത്, എത്രയാണ് ബിൽഡിംഗ് ഹൈറ്റ്, അതിന് പൊക്ക വ്യത്യാസമുണ്ടോ തുടങ്ങിയ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പമ്പ് ഞാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്തു തരാം. ഞാൻ വീണ്ടും വോൾട്ടേജിൻ്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ സൈറ്റിലെ വോൾട്ടേജ് കൺസിഡർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്കൊരു വാട്ടർ കൂൾഡാണോ ഓയിൽ കൂൾഡാണോ മോട്ടർ തരേണ്ടതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യാൻ നേരത്ത് നിങ്ങളത് പറയാൻ മറക്കരുത്. ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം. പ്രത്യേക കാര്യം ഞാൻ എൻ്റെ തിരക്ക് ഒഴിയുന്നതിനനുസരിച്ചാണ് വാട്സപ്പിലെ മെസ്സേജുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ പലരും വിളിച്ചിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ല എന്ന് കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. നമുക്ക് നേരിട്ട് എത്തുന്ന കസ്റ്റമേഴ്സിനെ ആദ്യം അറ്റൻഡ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുത്തിട്ട് നമ്മളൊരു ഫ്രീ ടൈമിലായിരിക്കും വാട്സപ്പിലുള്ള മെസ്സേജ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് റിപ്ലൈ തരിക. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡിലേ ഉണ്ടാവും. മാക്സിമം എല്ലാവർക്കും റിപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ വേണ്ട ഡീറ്റെയിൽ, ഞാൻ ചോദിച്ച ഡീറ്റെയിലുകൾ കൃത്യമായിട്ട് അയക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കോൺവെർസേഷൻ നീണ്ടുപോകാതെ കൃത്യമായിട്ടുള്ളൊരു പമ്പ് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.